നൽകിടുന്നേ സമ്പൂർണമാ സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാദായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോടും ചേർന്നു നിൽപ്പാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 10-ാം ദിനം. അന്യന് വേണ്ടി ചെയ്യുന്ന നന്മയാണ് പരോപകാരം. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളതുപോലെ ആവശ്യത്തിലിരിക്കുന്നവരെ കൈതാങ്ങുക. ഈ നോമ്പ് ദിനങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാൻ കഴിയട്ടെ. നോമ്പ് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും പരസ്പരം സഹായിക്കുന്നതിനുള്ള ജാലകമായി തീരട്ടെ. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഈ നാളുകളിൽ ക്രമപ്പെടുത്താം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നാം ചെയ്യുന്നില്ല എങ്കിൽ അത് പാപമാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് ദിനങ്ങൾ ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പരോപകാര ഭാവത്തെ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് ഏറ്റെടുക്കാം. സ്വന്തം സംരക്ഷണ വലയം ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നിടത്ത് മാത്രമാണ് പങ്കുവയ്ക്കലും പരോപകാരവും ആരംഭിക്കുന്നത്. സമ്പന്നന്റെ സാധ്യതയെക്കാളും ബലഹീനന്റെ നിസ്സഹായതയാണ് പരോപകാരത്തിൻ്റെ മാനദണ്ഡം. ശേഷിയുള്ളവന് പ്രത്യുപകാരത്തിൻ്റെ സന്നദ്ധതയും സാധ്യതയും കണ്ടെത്തി തിരിച്ചടവിന് നാം കാണിക്കുന്ന മനസ്സിൻ്റെ യഥാർത്ഥ സാക്ഷ്യമാണ് ഒരു പരോപകാരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ദൈവജനത്തിൻ്റെ ധർമ്മശാസ്ത്രത്തിൽ അതിഥി സ്ഥാനമാണ് പരോപകാരത്തിന് ഉള്ളത്. തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവമാണ് നന്മയുടെ ആത്യന്തിക ഉറവിടം. സങ്കീർത്തനങ്ങൾ 16:2 ദാവീദ് ഇപ്രകാരം പാടുന്നുണ്ട്: നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ നോമ്പ് നാളുകളിൽ ദൈവിക സ്വഭാവത്തിൻ്റെ മുൻപിൽ നാം മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ആമേൻ.